40,000 പേര് കണ്ട എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വീഡിയോയുടെ വ്യൂസും അതിൽ കിട്ടുന്ന റവന്യൂവും എപ്പോഴും പ്രൊപ്പോർഷണൽ ആയിക്കൊള്ളുന്നില്ല. അതായത് 40,000 പേര് കണ്ട എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് കിട്ടിയ അതേ പൈസ ആയിക്കൊള്ളുന്നില്ല വേറെ ഒരാളെ 40,000 പേര് കണ്ട വീഡിയോയ്ക്ക് കിട്ടുക. അതേപോലെ തന്നെ എൻ്റെ അക്കൗണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 40,000 പേര് കണ്ടിട്ടുള്ള 2 വീഡിയോയ്ക്ക് 2 തരത്തിലായിരിക്കും റവന്യൂ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ 40,000-നെക്കാട്ടിലും വളരെ കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോയ്ക്ക് ചിലപ്പോൾ 40,000 വ്യൂസ് കിട്ടിയ വീഡിയോനേക്കാൾ കൂടുതൽ റവന്യൂ കിട്ടാം. അതേപോലെ തന്നെ നേരെ തിരിച്ച് സംഭവിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇത്ര പേര് കണ്ടാൽ ഇത്ര രൂപ കിട്ടും അങ്ങനെ നമുക്ക് ഒരു വീഡിയോനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഇംപ്രഷൻ ഉണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട്, എത്രത്തോളം അവരുടെ ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ റിസൾട്ടായിട്ടാണ് നമുക്കൊരു വീഡിയോയുടെ എത്ര ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര പൈസ അത് നമുക്ക് കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും 40,000 പേര് കണ്ട വീഡിയോയ്ക്ക് ഇത്ര രൂപ കിട്ടും അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിച്ച് വെക്കരുത്. ഓരോ വീഡിയോയ്ക്കും പലതരത്തിലായിരിക്കും റേഞ്ച് വരിക. എൻ്റെ തന്നെ മറ്റൊരു ചാനലായിട്ടുള്ള ലിച്ചാറ്റ്സ് എന്ന എഡ്യൂക്കേഷണൽ ചാനലിലെ ഈ 40,000 വ്യൂസ് കിട്ടിയിട്ടുള്ള ഈ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് $22 മുകളിലാണ്. അതായത് നമ്മുടെ 2,000 രൂപ. ഈ ഒരൊറ്റ വീഡിയോയുടെ കേസ് നോക്കുകയാണെങ്കിൽ 40,000-ന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. 4.1Kയുടെ മുകളിൽ എനിക്ക് വാച്ച് ടൈം അവർ കിട്ടിയിട്ടുണ്ട്. 622 പേര് ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരൊറ്റ വീഡിയോയ്ക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ലല്ലോ. ഇതിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം വരെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇത് ഓൾറെഡി എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ലാത്തതുകൊണ്ടും എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ലെവലിലായതുകൊണ്ടും ഒരു എക്സാം ടൈം ആകുമ്പോൾ അടുത്ത സെമസ്റ്റർ അതേ എക്സാം വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാര്യമായ രീതിയിലുള്ള റേസ് വരും. അതിനനുസരിച്ച് വ്യൂസ് കൂടും, അതിനനുസരിച്ച് നമുക്ക് ഇൻകം കൂടും. അപ്പോൾ ഈ പറയുന്ന റേഞ്ചിൽ നമുക്ക് നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കിട്ടും കേട്ടോ.